ഇപ്പൊ അമ്മനെ കുറച്ച് ദിവസം കണ്ടിട്ടല്ലേ? ഇല്ല, നൈസായിട്ട് കേട്ടിട്ടുള്ള അമ്മന എന്താണ് വളകാപ്പ് സെറ്റാക്കി വെക്കണ് അടുത്ത ഞായറാഴ്ച. ഇപ്പൊ ഈ വരുന്ന ഒന്നാമത് നമ്മളുടെ വീട്ടിൽ ഇവിടെ നമ്മളുടെ പരിപാടിയാണ്. കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കേണ്ട ഇതിൽ ഏതെടുക്കണം എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കാൻ കുറെ എടുത്തിട്ടുണ്ട് നമ്മൾ. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അമ്മനെ കുറച്ച് ദിവസം കണ്ടിട്ടല്ലേ? ഇല്ല, നൈസായിട്ട് കേട്ടിട്ടുള്ള അമ്മന എന്താണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ വരാത്തത്. ഇന്നിപ്പൊ ഞാനിങ്ങനെ ചോദിച്ചെന്നെയും കൂടി അതെ പാവത്താൻ്റെ അതെ ഇത്തിരി അകന്ന് നിൽക്കുക അപ്പൊ കിട്ടും എല്ലാവരും. ഇല്ലട്ടെ, ഞാനുണ്ടായി, എനിക്ക് ഇത്തിരി തിരക്കൊക്കെ ആയിരുന്നു. അമ്മ രാവിലെ പോകും. പിന്നെ എന്ന് വെച്ചാല് അങ്ങനെ വീഡിയോ എടുക്കലും വീഡിയോ കുറവാണല്ലോ, പിന്നെ ആൾക്കാർക്ക് എത്താത്തതുകൊണ്ട് നമുക്ക് വീഡിയോ കാണാൻ മൈൻഡ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ കളിയുടെ തിരക്കും ഇല്ല. അപ്പൊ അതെ, പിന്നെ കളിയുടെ തിരക്കും കളിയും കാര്യങ്ങളൊക്കെ കുറെ സ്ഥലത്ത് ഇപ്പൊ ഷോക്കളിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റേതായ തിരക്കും കാര്യങ്ങളൊക്കെയാണ് അല്ലേ? എല്ലാരും പുറമേ കാണുമ്പോ എല്ലാരും ചോദിക്കും ഇപ്പൊ വീഡിയോ ഇല്ലല്ലേ, വീഡിയോ ഇല്ല. അപ്പൊ ഞാൻ പറയും കുറവാണെന്ന് പറയും. അങ്ങാട് പോവില്ല, ഇങ്ങാട് പോവാ. ഞാൻ ഇങ്ങാട് എടുക്കുമ്പോ അങ്ങാട് പോണ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യം. അത് കാരണം വീഡിയോ എടുക്കാനും ഒരു ഉത്സാഹമൊക്കെ പോയി. അപ്പോ തളരൊന്നുമില്ല. ബാക്ക് ടു പവറിലേക്ക്. അപ്പൊ നമ്മുടെ വീട്ടിലൊരു സന്തോഷകരമായ ഒരു സംഭവം നടക്കാൻ പോകണേ അല്ലേ? അപ്പൊ നമുക്ക് നടന്നിട്ട് പറയാവാ. ഞങ്ങൾ റോട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഞങ്ങൾ റോട്ടിൽ കാറ്റ് വെള്ളം വന്നിട്ടുണ്ട്. ഞങ്ങളുടെ നല്ല കാറ്റുണ്ട് ഇവിടെ. കണ്ടാ, നല്ല വെയിലും. ചോറ് കഴിഞ്ഞപ്പോ നടക്കാൻ അറിയുന്ന സത്യം പറഞ്ഞേ. അപ്പൊ ഇന്ന് ശനിയാഴ്ച, അതെ, അടുത്ത ഞായറാഴ്ചയാണ് നമ്മുടെ പരിപാടി. നമ്മളുടെ വീട്ടിൽ ഇവിടെ നിറച്ച ആൾക്കാരായിരിക്കും. നിറച്ച ആൾക്കാരെന്ന് വെച്ചാൽ നിറച്ച ആൾക്കാരായിരിക്കും അല്ലേ? നിറച്ച ആൾക്കാരായിരിക്കും കേട്ടോ. 100-ന് മുകളിൽ ഇവിടെ നിറയാൻ ആൾക്കാരുണ്ടാവും എന്തായാലും. 100 ആൾക്കാരൊന്നും ഇവിടെ നിറയും. 10. അതെ, വളകാപ്പ് സെറ്റാക്കി വെക്കണ് അടുത്ത ഞായറാഴ്ച. ഇന്നുവരെ കണ്ടിട്ടില്ലട്ടാ. ഞാനും കണ്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ പരിപാടിക്ക് പോയപ്പോ കണ്ട്. അതെ, കണ്ടില്ലെങ്കിൽ അന്നാണ് ആദ്യമായിട്ട് കണ്ടത്. ആരും കൂടിയിട്ടില്ല, തക്ക് കൂടിയിട്ടില്ല. ആപ്പില് ഞങ്ങൾ ആരും വിളിച്ചിട്ടില്ല. ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് പോകാൻ പറ്റില്ല. വിളിച്ചത് എവിടെ? അത് നമുക്ക് മറ്റേ ഉപ്പുമുളക് ലൈറ്റ് ഇല്ലേ, അന്നൊക്കെ ആ സമയത്ത് പോകാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ നമുക്ക് കുറച്ചൊരു സാങ്കേതിക പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കൂടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി കണ്ട് പഠിക്കണമായിരുന്നു എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ. പിന്നെ കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ വരുന്ന ഒന്നാമത് നമ്മളുടെ വീട്ടിൽ ഇവിടെ നമ്മളുടെ പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെ വാഴയിലേക്ക് വെച്ചുള്ള സംഭവം ബാക്കിലേക്ക് എത്തി വെച്ചല്ലേ? അതാണോ എന്താണോ നമ്മൾ തീരുമാനിക്കണം. ഞങ്ങൾ നടത്തുന്ന പോലെ ഇരിക്കും. ഇതിൽ പോരായ്മകൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നവർക്ക് നിങ്ങൾക്ക് സജഷൻ ഒക്കെ പറയാം. ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞാലും നമ്മളത് നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമാണ്. അതെ, ഫാമിലിയിൽ തന്നെ ആരുടെയും വളകാപ്പൊന്നും നടത്തിയിട്ടില്ല. അതെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ അതെ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ശ്രുതിയുടെ വളകാപ്പിന് റമോണ സാരി എടുക്കുന്ന ഒരു ഷോപ്പിംഗ് ബ്ലോഗ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിപ്പോയി കണ്ടിട്ട് വാ, നേരെ കണ്ടിട്ടോ. ഓ ഗായ്സ്, അപ്പൊ നോക്കി നമ്മളപ്പോ വളകാപ്പിന് സാരി എടുക്കാൻ വേണ്ടി വന്നേക്കണേ അല്ലേ? സാരി എടുക്കാൻ വേണ്ടി വന്നേക്കണം. നമ്മൾ പറവൂര് തന്നെ വന്നേക്കണം. ഇപ്രാവശ്യം നിങ്ങൾ പോയൊന്നുമില്ല അല്ലേ? ഇങ്ങോട്ട് പോയില്ല. നമ്മൾ ഓൺലൈനൊക്കെ കുറെ നോക്കാന്ന് ഓർത്ത്. പക്ഷെ എനിക്ക് ഇപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളറൊക്കെ ഒന്ന് വെച്ച് നോക്കേണ്ടി വരുന്നിരിക്കുന്നു. അതെ, അല്ലെന്നുണ്ടെങ്കിൽ ഡാർക്ക് ആയി പോയി ഞാൻ ശ്രുതിക്ക് വിഷമാവും അല്ലേ? ഇപ്പൊ നമുക്ക് ചേരണ കളറൊക്കെ വേണമല്ല. നേരത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കളർ കണ്ട് ഇഷ്ടപ്പെട്ടത് ഓക്കെയാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും അല്ല, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അതിന്റെ നോക്കിക്കൊണ്ട് നമുക്ക് ഇപ്പൊ എടുക്കണം പറഞ്ഞു വന്നേക്കണം. അപ്പൊ എന്തായാലും കിട്ടുമെന്ന് നോക്കാന്ന് ഓർത്തിട്ടാണ് നമ്മളപ്പോ. എന്തായാലും ഇനി എറണാകുളത്തേക്കൊന്നും പോകണ്ടല്ലോ, ഒരു ചെറിയ സാരിക്ക് വേണ്ടിയിട്ട് എന്നുള്ളൊരു ഇതിലാണ്. നമ്മുടെ ഇവിടെ തന്നെ അത്യാവശ്യം നല്ല കടകളൊക്കെ ഉണ്ട്. അതെ, പറവൂരിപ്പില്ലാത്ത കടകളില്ല. ഇല്ല, എല്ലാം ഉണ്ട്. അപ്പൊ നമുക്കിനി പറ്റണ കളറൊക്കെ ഇവിടെ ഉണ്ടോന്നൊന്ന് നോക്കാം എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ എടുക്കും. അതെ, നമുക്കപ്പൊ നേരെ കടയിലേക്ക് പോയാലോ? കടയിലേക്ക് പോകാം. നല്ല തിരക്കാണ്ടൂടാ. ഉച്ചനേരമാണ്, ഫുള്ള് തിരക്കാണ്. ഉച്ചക്കാ വന്നേക്കണം. ഫുള്ള് തിരക്കാണ്. ഇപ്പൊ ഈ സമയത്ത് ഇത്ര തിരക്ക് എന്താന്നാവോ? നമുക്കപ്പോ പോയിട്ട് വന്നല്ലോ. ഒഴിവ് ദിവസവും അല്ലേ ഇന്ന്? അതെ, ഇന്നേടെ ദിവസം വെള്ളിയാഴ്ച. അപ്പൊ നമുക്ക് പോയാലോ? ബാ. തകൃതിമായിട്ട് നോക്കിക്കൊണ്ടിരിക്കണ്ട ഇതിൽ ഏതെടുക്കണം എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കാൻ കുറെ എടുത്തിട്ടിട്ടുണ്ട് നമ്മൾ. വെച്ച് നോക്കുമ്പോ അത് ഇത്തിരി കുഴപ്പമില്ലല്ലേ? വെച്ചിട്ട് ഭംഗി തോന്നുന്നു, കാണുമ്പോ ഭംഗി തോന്നുന്നുണ്ടെങ്കിൽ, കാണുമ്പോൾ ഭംഗിയല്ല, കളർ ഭയങ്കര കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിലും വെച്ചിട്ട് നോക്കുമ്പോ അത്ര ഇരുമ്പുള്ളിയുമ്പോ തോന്നണില്ല. നോക്കട്ടെ എന്തായാലും. വാ നോക്ക്. നമുക്ക് തിരക്കൊന്നുമില്ല ഇവിടെ. ഇവിടെ പറവൂരാ വന്നേക്കണം. അതൊന്നെടുത്ത് അതിലേതോ നോക്കണത്.
അപ്പം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്നൊക്കെ ചോദിക്കേ. ഇഷ്ടപ്പെടണേ കാണിച്ചിട്ടുണ്ടോ? ഒന്നും കാണിച്ചിട്ടില്ല. സാരി ഒന്നും ഇഷ്ടപ്പെട്ടാ ചോദിക്കാൻ പറ്റുമല്ലോ. ഇത്തിരി നേരത്തെ വീഡിയോ. അതെ, സാരി എടുത്തൊന്നും കാണിച്ചിട്ടില്ല. നമ്മൾ സാരി കുറെ കടയിൽ കയറിയിട്ടാണ് നമുക്ക് കിട്ടിയതല്ലേ. അപ്പൊ ഇപ്പോഴും നിലവിൽ ഇപ്പൊ ഇവിടെ ഇല്ലല്ലേ കൊടുത്തു വിട്ടേക്കണേ? അതെ, ഇന്നിപ്പോ രാവിലെ കൊടുത്തു വിട്ട് അതിന്റെ ബാക്കി പ്രൊസീജിയറിന് ബ്ലൗസ് ഒക്കെ റെഡിയാക്കാൻ വേണ്ടി കൊടുത്തു വിട്ട് 1-ാം തീയതി കൊടുത്ത് വെക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സാരി. എന്ത് കളറായിരുന്നു അതിന്? ആ ഉടുക്കുമ്പോ കാണാം. അങ്ങനെയും പറയാൻ പറ്റൂല. ഒരു എന്ത് കളർന്ന് പറയാൻ പറ്റൂലല്ലേ. പച്ചന് ബ്ലൗസ് വീട്ടിലോട്ട് പോണതില്ലേ. അങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുമ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോ വിഷം വരും, അവിടെ നിൽക്കുമ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരും വിഷം വരും. പിന്നെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഫുള്ളായിട്ട് പോരല്ലോ, അങ്ങനെ ഞാൻ പോരും. അപ്പൊ അതിന് ചിലപ്പോ ആൾക്കാരെ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ അങ്ങനെയല്ലല്ലോ നമ്മളിങ്ങനെ ഇപ്പോഴത്തെ ഇതിൽ അങ്ങനെ ഒന്നും ഇല്ലെന്നാണ് പറയണത്. അതെ, അങ്ങനെ ഒന്നുമില്ല. നമ്മളെ ഇഷ്ടം പോലെയാണ് കാര്യങ്ങളൊക്കെ. ആൾക്കാർ ഇങ്ങനെ വല്ലതും പറയും. അവിടെയും ഇവിടെയൊക്കെ ഇട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. നമ്മളുടെ പരിപാടി നടക്കണത് ഇവിടെയാണ്. അതെ, നമ്മളുടെ പരിപാടി നടക്കണത് ഇതിന്റെ ഉള്ളിലായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് പറഞ്ഞു വെച്ചേക്കണത്. പിന്നെ അപ്പോഴത്തെ സൗകര്യം പോലെയൊക്കെ എല്ലാം ചെയ്യാം കാര്യങ്ങളൊക്കെ. എന്താണ് സിന്ധുവിന് ഈ നിമിഷം പറയാനുള്ളത്? പ്രാർത്ഥനയൊക്കെ ഇനി ഉണ്ടാവണം. വീഡിയോ എല്ലാവരും കാണണം. അതെ, നല്ല വിഷമം. പിന്നെന്ന് വെച്ചാൽ അമ്മ കളിയുടെ ടെൻഷനിലൊക്കെയാണ് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട്. ഞങ്ങൾ ടീമിന് അയച്ചായിട്ടൊന്ന് കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളാൽ അല്ലേ ടീമൊന്ന്. അതെ, ഞങ്ങൾ കളിക്കുന്നതിൽ കുറച്ച് പേര് പുറത്തേക്ക് പോയിണ്. വേറെ പ്രശ്നങ്ങളൊന്നുമല്ല. അവരൊരു 3 പേര് ഒറ്റയടിക്ക് ന്യൂസിലൻഡിൽ പോണം. അതെ, അപ്പൊ അവർക്ക് വിസയൊക്കെ വന്ന് പോണെന്ന് പറഞ്ഞെങ്കിലും ഇത്ര പെട്ടെന്ന് പോകുന്ന ഓർത്തില്ല. പിന്നെ പുതിയ ആൾക്കാരെ കുറച്ച് പേര് എടുത്ത് പഠിപ്പിച്ചിട്ടൊക്കെ വേണം വരുന്നത്. അപ്പൊ അതെല്ലാം ഓക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ അത് സെറ്റ് ആവണമെങ്കിൽ ഇത്തിരി സമയം എടുക്കുമല്ലോ. അതിന്റെ ഇടയിൽ കളികള് 3-4 വരെയും ചെയ്തിട്ടുണ്ട്. അത് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ അതെല്ലാം പിടിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ പുറകെ ഇപ്പൊ കളിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. കളിയെല്ലാം പവർ ആയിട്ടുണ്ട്. അപ്പൊ ബാക്ക് ടു പവറിലേക്ക് നമ്മൾ വരും. കളിക്ക് വരും. ഫസ്റ്റ് കളി വരുന്നത് നമുക്ക് എവിടെയാണ്? ആലപ്പുഴ. ആറന്മുള എന്തോ ആറന്മുള അല്ല, അത്ര ബോർഡറിലായിട്ട് വരും. പിന്നെ അമ്പലപ്പുഴ അല്ല, ഒരു 6 അതിന് താഴെ കൊടുക്കുക. നമുക്ക് അതിനുശേഷം അതെ അതിനുശേഷം കടമാക്കുടിയിൽ 30-ാം തീയതി ഉണ്ട്, 29-ാം തീയതി 31-ാം തീയതി അങ്ങനെ കളികളുണ്ട്. ഇവിടെ അഴീക്കോട് അതായത് സംഭവം എന്ന് വെച്ചാൽ അപ്പൊ ഉറക്കിരിക്കണ്ട, മനസ്സിലാവും. അതെ, അതായത് 28-ാം തീയതി നമുക്ക് ആലപ്പുഴ സൈഡിൽ ഒരു കളിയുണ്ട്. പിന്നെ 29-ാം തീയതി കടമാക്കുടി അല്ല, നമ്മുടെ അഴീക്കോട്. കളി നിർത്തി വെച്ചേക്കണെങ്കിൽ നമ്മളെ കളിക്കാൻ ആൾക്കാർ ഇഷ്ടംപോലെ വിളിക്കുന്നുണ്ട്. 3-ാം തീയതി കളി നമുക്ക് കളഞ്ഞി. അതെ, ഇവരിങ്ങനെ പോണത് കൊണ്ട് നമുക്ക് സെറ്റ് ആക്കാൻ പറ്റിയില്ല. അപ്പൊ ഇതിപ്പോ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ അവിടെ കളിക്കണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പൊ ഇനി വലിച്ചിട്ട് കൊണ്ടുപോകാം. ഉത്സവ സീസണാണ്, ഞങ്ങളുടെ സീസണാണ് അല്ലേ. അപ്പൊ ബേബിയെ ഹാപ്പി ആയിട്ട് ഇരിക്കാണ് ഇടക്കിടക്ക്. 1-ാം തീയതി കൊണ്ടുപോകണം, 31-ാം തീയതി കളിയാണ്. പിന്നെ കളിയുള്ള ഒരു ദിവസം അമ്മൂടെ ഉണ്ടാവില്ല, അമ്മ ട്രിപ്പിലായിരിക്കും. എവിടെ കുഞ്ഞു ട്രിപ്പ്? എവിടെ ഉള്ളത്? ഗോവ. ഗോവക്ക് പോകണം. അമ്മയും നമ്മുടെ ഫ്രണ്ടും ഉണ്ട്, ഇവിടുത്തെ ഒരു ആന്റി. അതൊക്കെ നടക്കുമ്പോഴല്ലേ നടക്കാൻ പറ്റുള്ളൂ. അതെ, പിന്നല്ലാണ്ട്. പിന്നെ ഇപ്പൊ നടക്കുമ്പോ അങ്ങനെ നടക്കാം. ആ കളി വന്നിട്ട് കളി ഞങ്ങൾ രണ്ടുപേരും പോയി ഡീൽ ചെയ്തോളാം അല്ലെ. അതെ, കളി വന്ന് അതായത് സുധിര മാമന്റെ വീടിന്റെ അവിടെ ഇറ്റിയാത്ത അമ്പലത്തില് അവിടെ. അതെ, അവിടെ കളി വന്നിട്ടുണ്ട്. അപ്പൊ ആ കളിക്ക് അമ്മ അവിടെ ഗോവയിൽ അർമാദിക്കണേക്കും. പിന്നെ പോകുമ്പോ പിന്നെ അർമാദിക്കാണ്ട് പിന്നെ ഒറ്റ ജീവിതമുള്ളൂ, എല്ലാം എൻജോയ് ചെയ്യാം അല്ലേ. അതെ, അപ്പൊ പോവാൻ പറ്റണല്ലേ, അപ്പോഴല്ലേ പോവാൻ പറ്റുള്ളൂ. അതെ, പിന്നെ ഒരു അവസരം കിട്ടിയിട്ട് വേണ്ടേ. നമുക്ക് അവസരം കിട്ടിയാലും പോവാൻ പറ്റുന്ന സാഹചര്യം ആവണമെന്നില്ലല്ലോ ചിലപ്പോ. അതെ, കിട്ടണ അവസരം മുതലെടുത്തേക്കണം. അപ്പോ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു കളിയും അങ്ങനെ പോയി. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഇവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കണത് അല്ലേ. കഴിച്ചു കൊടുത്ത് ഇടിയാണ്ടത് അമ്മ പ്രാക്ടീസിന് പോകുമ്പോഴേന്ന്. അമ്മ ഞാനേ ഇവിടെ അമ്മായിമ്മ പോരും മരുമോൾ പോരും നടക്കണം. അതിന്റെ ഇടയിൽ നിൽക്കണ പാവം ഞാൻ. വണ്ടിക്ക് ഇതുവരെ ബൈക്ക് കയറ്റിയിട്ടില്ല, അതാണ് അത്യാവശ്യം അല്ലേ. ബൈക്കിൽ കയറ്റിയിട്ടില്ല. സാധാരണ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടപ്പോ എനിക്ക് വണ്ടിയൊക്കെ ഓടിക്കാൻ തോന്നി. ഡോക്ടർ പറഞ്ഞു കാറിൽ സഞ്ചരിച്ചാന്ന് പറഞ്ഞു. ഡോക്ടർ ഇങ്ങനെ ചോദിച്ചത് ഇപ്പൊ കാറിൽ സഞ്ചരിച്ച് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാനാണ് ചോദിച്ചത്.
ബൈക്കിൽ കയറാം അപ്പൊ കിട്ടി ഡോക്ടറിന്റെ നമുക്ക് ബൈക്കിൽ ഇങ്ങനെ നടക്കും, ബൈക്കിൽ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ പോകുമ്പോൾ സുഖമൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു എന്താ പറയാ, എനിക്ക് പേടിയാണ്, എനിക്ക് സന്തോഷമൊക്കെയാണ് ആ കാര്യത്തിൽ. അതൊക്കെ ശരിയാണ്, നമുക്കിപ്പോ കുഴപ്പമില്ല. അതെല്ലാവരുടെയും ഓരോ ടൈപ്പ് ആയിരിക്കുമല്ലോ, അതുകൊണ്ട് ഓരോ ഡോക്ടേഴ്സ് നമ്മുടെ കണ്ടീഷൻ നോക്കിയിട്ടല്ലേ പറയുള്ളൂ. അപ്പൊ നമ്മളോട് ഇപ്പൊ അത് വേണ്ടെന്ന് നമ്മൾ ചെയ്യുന്നത്. അതെ. ഇപ്പൊ അമ്മ പോണ സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ ഗോവയിൽ പോണ കൂടെയുള്ള ആന്റിയുടെ വീട്ടിലാണ് പ്രാക്ടീസ് നടക്കുന്നത്. അവിടെയാണ് ഇപ്പൊ അമ്മ പോണത്. ബാക്കി ശ്രുതി അവിടെ പോയിട്ട് ബാക്കി കാണിച്ചു തന്നിട്ട് വീഡിയോ നിർത്തും അല്ലേ? പ്രാക്ടീസ് എല്ലാം കാണിച്ചിട്ട് നിർത്താം. അതെ, ഓക്കെ, ബൈ. അങ്ങനെ നമ്മൾ അമ്മയുടെ പ്രാക്ടീസ് സ്ഥലത്ത് വന്നേക്കേണ്ട. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആൻറ്റിയുടെ വീട്. നമ്മൾ കണ്ടിട്ടുണ്ട് ഈ വീട് പലപ്പോഴും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരിവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പാട്ട് നിർത്തിയ സമയത്താണ് ഞാനിവിടെ വീഡിയോ എടുത്തത്. തന്നെ പാട്ട് വെക്കുവർ, അപ്പോൾ അവരുടെ പ്രാക്ടീസ് മുടക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടെ നല്ല ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അമ്മ അവിടെ ഫോൺ ചെയ്യുന്നത്, അമ്മ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ എന്തായാലും ഇവിടെ ഇങ്ങനെ പുഴയൊക്കെയാണ്. അപ്പോൾ ഞാനും ഇതുപോലെ ഇവിടെ വന്നിരിക്കും ഇങ്ങനെ. അപ്പം ഞാനും ഇതുപോലെ അമ്മയുടെ കൂടെ ഇങ്ങനെ വന്നിരിക്കും ഇവിടെ പ്രാക്ടീസ് കാണാനും, പിന്നെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണത് കേട്ടോ. അപ്പോൾ ഒരു പാട്ടൊക്കെ വെച്ച് ഒരു പ്രാക്ടീസ് തുടങ്ങി. അപ്പോൾ ഇനി വീഡിയോയിൽ ഈ പാട്ടായിട്ടൊക്കെ കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.